ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ ക്രൂര പീഡനത്തിനിരയായ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. മർദ്ദനമേറ്റ 6 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റവും ചുമത്തി. ശനിയാഴ്ചയാണ് ചോറ്റാനിക്കരയിലെ യുവതിയുടെ വീട്ടിൽ പ്രതി അനൂപ് എത്തിയത്. തർക്കത്തെ തുടർന്ന് അനൂപ് യുവതിയെ ക്രൂരമർദ്ദനത്തിനിരയാക്കി. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് യുവതിയെ വീട്ടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുകി പരിക്കേറ്റ നിലയിൽ കണ്ടത്. തുടർന്ന് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ ആൺസുഹൃത്തും തലയോലപ്പറമ്പ് സ്വദേശിയുമായ അനൂപിനെ പിടികൂടി. ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന യുവതി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്ന 20-കാരി 6-ാം നാൾ മരണത്തിന് കീഴടങ്ങി. തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണത്തിന് കാരണമായത്. ചോറ്റാനിക്കര പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഇൻക്വസ്റ്റ് ആണ്, ഏകദേശം 1.5 മണിക്കൂർ ഇൻക്വസ്റ്റ് പ്രോസസ്സാണ്. അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം പറയാൻ പറ്റൂ. മിക്കവാറും മെഡിക്കൽ കോളേജിലോട്ടാണ് പോസ്റ്റ്മോർട്ടം. മെഡിക്കൽ കോളേജിലാണ് മാത്രം അത്രേ ഉള്ളൂ. ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് പറയാം. കഴിഞ്ഞ ആഴ്ചയും അനൂപ് യുവതിയുടെ വീട്ടിലെത്തി അയൽക്കാരുമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു. സ്വാഭാവികമായിട്ടും നാട്ടിൽ അവിടെ പ്രദേശവാസിയായ ഒരാൾക്ക് മാർഗതടസ്സം ഉണ്ടാക്കുകയും അതിനെ സംബന്ധിച്ച് അവർ 3-4 പേര് കൂടി ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴേക്കും അവർക്ക് വധഭീഷണിയൊക്കെ മുഴക്കിയിട്ടാണ് ഇവർ പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പയ്യൻ ഇൻസ്റ്റഗ്രാമിലൂടെ 1 വർഷം മുമ്പാണ് യുവതി അനൂപുമായി സൗഹൃദത്തിലാകുന്നത്. പോക്സോ കേസ് അതിജീവിത കൂടിയായ യുവതി ചോറ്റാനിക്കരയിലെ വീട്ടിൽ തനിച്ചാണ് താമസം. യുവതി മരിച്ചതോടെ പോലീസ് കസ്റ്റഡിയിലുള്ള അനൂപിന്റെ പേരിൽ കൊലക്കുറ്റം ചുമത്തി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.